Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலாம், டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். ഹലോ അയ്യോ ഇതാര് വിൻസെന്റ് വാങ്കോഗോ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് തീരുമാനിച്ചു ആൻഡ് ഇറ്റ്സ് റിയലി കൂൾ. നീ ഇപ്പൊ അങ്ങോട്ട് പോണ? ടൗണിലെ ബുക്ക് ഷോപ്പ് വരെ ഒന്ന് പോണം. നീയോ? സത്യത്തിൽ ഈ ഒരു കാലിഫോർണിയ കടപ്പുറത്തേക്ക് പുറപ്പെട്ടതാ. നിനക്ക് വേണ്ടി വേണമെങ്കിൽ ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. കേറിക്കോ. വേണ്ട ചേട്ടാ, ശരിയാവില്ല. എന്ത് ശരിയാവില്ല? അല്ല, നിന്റെ ഈ പുറകിലിരുന്നുള്ള ഈ യാത്ര ശരിയാവില്ല. അതെന്താടി? വേറൊന്നും കൊണ്ടല്ല, നിന്റെ പുറകിലിരുന്നാലേ അങ്ങോട്ട് വെട്ടിച്ചും ഇങ്ങോട്ട് വെട്ടിച്ചും പെട്ടെന്ന് ബ്രേക്ക് കിട്ടും. ദേഹത്ത് മുട്ടിയൊരുമാറുള്ള ഒരു ചാൻസും നീ കളയില്ല. അതാ വെരി സോറി. അത് പിന്നെ റോഡ് മുഴുവൻ ഗട്ടറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ആ മസലിന്റെ പിന്നാലെ ഞെളിഞ്ഞിരിക്കാൻ നല്ല കോൺഫിഡൻസ് ആണല്ലോ. അതെ, ബിക്കോസ് ഹി ഈസ് എ ഗുഡ് ബോയ്. അപ്പൊ മസൽ ഔട്ട്ഡേറ്റഡ് ആയ കാര്യം നീ അറിഞ്ഞില്ലേ? എടി, ഇപ്പൊ എന്നെ പോലുള്ള സൈസ് 0 ആമ്പിള്ളേരെ പിന്നാലെ ചിക്സ് മുഴുവൻ. അതറിയാതെ ചുമ്മാ മേത്ത് മുഴുവൻ മസലും കൊണ്ട് നടക്കുന്ന ചെറുക്കന്മാരെ, അവന്മാരെ പുറകെ നടക്കുന്ന പെമ്പിള്ളേരെ പറ്റി കേൾക്കുമ്പോ വാട്ട് എ പിറ്റി. അപ്പൊ നീ ഒരിക്കലും എന്റെ സ്കൂട്ടറിന് പിന്നാലെ കയറില്ല? അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല. എപ്പോ കേറും? ഏതാണ്ട് ആവാൻ വേണ്ടി കൊട്ടും കൊരവി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ, അപ്പൊ ആലോചിക്കാം. ഓക്കെ, ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തി തന്നെ വെച്ചു. അപ്പൊ നീ എന്ത് ചെയ്യും? മുഖത്തോട്ട് നോക്കടി, ഈർക്കിലി ചമ്മന്തി. വാട്ട് വിൽ യു ഡു? വിൽ യു മാരി മീ? പോലീസ് യൂണിഫോം ഇട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കും. അപ്പൊ നിന്റെ ദാ ഈ ഉരുവിന്റെ പുറകിലിരുന്ന് നമുക്ക് ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയയിലേക്ക് പോവാം. ചാവാൻ ഇറങ്ങിയതാണോ? എടി, അമ്മയോട് പറഞ്ഞേ ഒരു ഹോർലിക്സും ഒരു ഡബിൾ ബുൾസയും പറ. ഒൺലി എഗ് വൈറ്റ്, നോ മഞ്ഞ. ഒൺലി എഗ് വൈറ്റ്. അമ്മേ, ചേട്ടന് ഹോർലിക്സ് എഗ് വൈറ്റും വേണമെന്ന്. ഹോർലിക്സ് അതെന്നത് இது ட்ரிங்க் ஹார்லிக்ஸ் எக் வைட் மிக்ஸ் பண்ணி எடுத்தாங்க போல. ആ നല്ലതാ. ഹോർലിക്സ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഈ മസിലൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? എടി, ഇത് ഫിറ്റ്നസ്സാ, മസിൽ വരാത്ത പ്രത്യേകതരം എക്സസൈസ്. ഈ പോലീസ് ആവണെങ്കിലേ ഫിറ്റ്നസ് മാത്രം പോരാ, തലയ്ക്കകത്ത് വല്ലതും വേണം. അതിന് ബുദ്ധിപരമായി അധ്വാനിക്കണം. ഓ, ജനറൽ ക്ലോണേജ്. ഇതൊക്കെ എനിക്കറിയാത്തതാണോ? അയ്യോ ചേച്ചി പോവല്ലേ. അവള് പോട്രി. എന്തായിട്ടാ ഇത്? പൊടി പൊടി, വീട്ടിൽ പൊടി. അവിടെ കിടന്നപ്പോ താങ്ക് യു. ഇവൻ എന്താണ് ഈ കാര്യമായിട്ട് വായിച്ച് പഠിക്കണം? എടാ നല്ല പണം പഠിക്കേ. പഠിക്കല്ലേ? ആ, നീ എന്താ ഇവിടെ? വിക്രമിന് ചിക്കൻ ബോക്സാ, എക്സാം എഴുതാൻ പറ്റില്ല. അങ്ങനെ പ്രധാന ശല്യം ഒഴിവായി കിട്ടി. എന്തൊക്കെ ബഹളമായിരുന്നു. ഹോർലിക്സ്, ജിമ്മ്, ബദാം, പിസ്ത, അണ്ടിപ്പരുപ്പ്, സുരേഷ് ഗോപിയുടെ സിനിമ. അവസാനം മസിൽ അളിയനും മസിൽ മാത്രം ബാക്കിയായി. എനിക്ക് വയ്യ. ഗോളില്ലാത്ത പോസ്റ്റില് ഗോൾ അടിച്ച് ജയിച്ചാ കൈയടിക്കാൻ ആരും ഉണ്ടാവില്ല. போய் கூட்டிட்டு வர போறான்னு நினைக்கிறேன். വിക്രം, അവന് ചിക്കൻ ബോക്സ് അങ്ങോട്ട് പോണ്ട. അമ്മ അവന്റെ ഹോൾ ടിക്കറ്റും ഐ ഡി കാർഡ് എടുത്തത്. അത് നിന്നെ പോലുള്ള പേടിത്തൂറുകൾക്കാ. പേടിക്കാൻ പാടില്ല. എടാ, പേടിച്ചാ എനിക്ക് വയ്യ. Cute മമ്മി. താഴെ ഇറക്ക്. ஐயோ, അവള് പറഞ്ഞപ്പോഴാ ഓർത്തത്, നീ ഇല്ലാതെ എനിക്കെന്ത് പരീക്ഷ. வந்துருச்சு என் பேரு. என்ன இவன் பேர் இல்லாம இருக்குமா என்ன? அதானே இருக்கு. ഇവര് ഷോർട്ട് ലിസ്റ്റില് അവനേക്കാൾ 5-6 റാങ്ക് താഴെ പോയതുകൊണ്ടാണോ നീ ഇങ്ങനെ നനഞ്ഞ കൂടി? ஓ, இவரு பின்னாடி இருக்காரா? ചിക്കൻ ബോക്സ് വന്നോണ്ടല്ലേ നിന്റെ മാർക്ക് കുറഞ്ഞത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഉണ്ടായില്ല. അല്ലാതെ ആദിക്ക് റാങ്ക് കൂടിയതൊന്നും എനിക്ക് പ്രശ്നമല്ല. പഠിക്കുമ്പോൾ
ഒരു ക്ലാസ് പോലും വിടാതെ അറ്റൻഡും ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ വാങ്ങുന്ന അതേ മാർക്ക് ക്ലാസ്സിൽ പോലും കയറാതെ പാർട്ട് ടൈം ജോലിയും ചെയ്ത് അലഞ്ഞിരിഞ്ഞ് നടന്നാൽ അവനെ കിട്ടും. ചില സബ്ജക്ട്സിൽ എന്നേക്കാൾ. அது ஒரு சிலருக்கு அப்படிதான், அதெல்லாம் பண்ண முடியாது. இட்ஸ் நேச்சுரல். ഹീസ് സച്ച് എ ബ്രില്യൻറ്റ് ഗായ്. അവനെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവന്റെ അച്ഛനും ബ്രില്യൻ്റ് ആയിരുന്നു, വക്രബുദ്ധിയായിരുന്നു മാത്രം. എന്തായാലും ഇന്റർവ്യൂവിന്റെ 20 മാർക്ക് കൂടി വന്നാലല്ലേ ഫൈനലിസ്റ്റ് ആവും. ഇന്റർവ്യൂവിൽ എന്താ സംഭവിക്കാന്ന് നോക്കാം. ഇന്റർവ്യൂവില് പല അത്ഭുതങ്ങളും സംഭവിക്കാം. ஆஹா. താഴെയുള്ളവൻ മേലെ വരാം, മേലെയുള്ളവൻ താഴെ പോവാൻ ഇവരുടെ വേലയെ பார்த்து விட்டாரோ? തന്നെ ഇല്ലാണ്ടാവും. என்ன ஸ்கர்ட்ல லைட்டா? அதானே. ஆமாப்பா. எந்த ஏரியால இருக்காங்க அவங்க? അതെ, ഈ ഡാൻസ് കളിക്കുന്ന പയ്യന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അമ്മ പറയാറുണ്ട്. യെസ് യെസ് ഷീസ് റൈറ്റ്. അവന്മാർ ലൈഫിൽ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കും, വിശ്വസിക്കാൻ കൊള്ളില്ലേ? പക്ഷെ എനിക്കതിനൊന്നും വിശ്വാസമില്ല കേട്ടോ. என்னப்பா தாண்டி ஆட்டம் மாட போட்டு என்ன இவனுக்கு ஏதோ இம்பார்ட்டன்ட் பேச வந்திருக்காங்க. ആരുടെ അമ്മായിമ്മനെ കെട്ടിക്കാനാണ് നീയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് ഇട്ടിട്ട്? എടാ, മനുഷ്യന്മാരോട് ജീവിക്കാണ്ടിട്ട് മാരത്തൺ ഓടുന്നു. അന്നേരത്തിന്റെ അടുക്കത്തെ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളി അല്ലടാ. ഞാൻ സമീർ ഇന്ന് രാത്രി 12 മണിയായി ട്രെയിനിൽ ട്രിവാൻഡ്രം പോകും. ഇത് ഞങ്ങൾ തന്നെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ട് വന്നേക്കാം. എന്തേ മുത്തു? എന്നാ നിങ്ങൾക്ക് തന്നെ കൊണ്ട് വെച്ചാ പോരെ? വച്ചാനെ അതല്ലടാ. നിങ്ങൾ നിർത്തിക്കോണം. വല്ല പുലുവാലം കയറി പിടിച്ചാ ഞാൻ തിരിഞ്ഞോക്കല്ല പറഞ്ഞേക്കാം. കമോൺ ഡ്യൂഡ്. അപ്പൊ ഓക്കേടാ. ശരി വിട്ടോ. ஆஹா, ஸ்கூட்டில இது பிரச்சனையா? தெரியலையே. ரிசல்ட் வர நேரம் வேற தான் போலீஸ் வந்துருச்சு. எனக்கு என்னமோ அந்த ஸ்கூட்டில இன்டர்நேஷனல் ஏதாச்சும் மாதிரி இருக்கு. സെർച്ച് ചെയ്തോ? എന്താ സർ? ഇറങ്ങി മാറിയത് ചെക്ക് ചെയ്തോ? இது பிளான்டு. ஆனா பிளான் அவன் ஃப்ரெண்ட்ஸ் தான் கூட்டிட்டு போனானுங்க. എന്തോടെ അറിയില്ല സർ. നിനക്കറിയില്ലേ? എനിക്കറിയില്ല സർ. നിന്റെ സ്കൂട്ടറിനകത്ത് കിടന്ന് കിട്ടിയ സാധനം എന്താണെന്ന് നിനക്കറിയില്ലേ? സത്യമായിട്ടും എനിക്കറിയില്ല സർ. സ്കൂട്ടർ എന്റെ ഫ്രണ്ടിന്റെ കയ്യിലായിരുന്നു. ഓഹോ താൻ സ്കൂട്ടർ സ്റ്റേഷനിൽ കൊണ്ടുപോയി സാർ. എന്നിട്ട് മോൻ വലിയ ബഹളമൊന്നും വെക്കാതെ ജീപ്പിലോട്ട് കയറി ഇരി. നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കും. ഇടിച്ച് കയറ്റണോ? വാട്ട്സ് ഗോയിങ് ഓൺ സർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ ഇങ്ങനെ ചെയ്യരുത് സർ. അതെ, ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോ വെളിപാട് കിട്ടി വന്നൊന്നുമല്ല. ഞങ്ങൾക്ക് കിട്ടിയ വ്യക്തമായ ഇൻഫർമേഷന്റെ ബേസിൽ വന്നതാണ്. അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. അല്ലടോ? ആ ദേ, ഇത് നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള കേസാണ്. ഇതവരെ ഏൽപ്പിക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് മോൻ എന്തെങ്കിലും വേറെ പറയാനുണ്ടെങ്കിൽ നാളെ രാവിലെ അവരോട് നേരിട്ട് പറഞ്ഞാൽ മതി. बापा आधी नाही करणार आतापर्यंत आमगेल कुठं असलो तू अंत इടപെട്ട് ശംകനക്ക മക്കമ്മയ്ക്കേൽ ഡ്യൂട്ടി കോർക്ക. തന്റെ ജോർജ് സാറിന്റെ നാർക്കോട്ടിക്സിലെ നമ്പർ ഉണ്ടോ? ഇല്ല സാറേ, രവി സാറിന്റെ കാണുമായിരിക്കും. എന്റെ ഇല്ല സർ. ആ, തന്റെ ഒരിക്കലും കാണില്ലെന്ന് എനിക്ക് അറിയാമല്ലോ. സർ, ആദ്യത്തിന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യില്ല എന്ന് സാറിനും അറിയാവുന്നതല്ലേ? ശരിയാണോ? അവൻ ഇത്രയും മൂത്തു പോയെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതെ, എന്റെയും തന്നെ കൺമുന്നിൽ ഇങ്ങനെ ഇട്ട് തരുമ്പോ എന്നെ പോലെ താനും വിശ്വസിച്ചേ പറ്റൂ. ഇറ്റ് ഈസ് സോ ട്രാൻസ്പെറന്റ് ആൻഡ് എവിഡന്റ്. അതുകൊണ്ട് തൽക്കാല സാറ് വലിയ വക്കാലത്തുമായിട്ട് വരണ്ട. അല്ലെങ്കിൽ അത് വേണ്ട. ഇന്നിതിവിടെ വെച്ചാ രാത്രി ആർക്കെങ്കിലും സിമ്പതി മൂത്ത നാളെ രാവിലെ നർക്കോട്ടിക്സുകാർക്ക് കൊടുക്കാൻ തൊണ്ടി മുതൽ കാണുകയില്ല. അത് നേരാ സാറേ. ഇന്നത് സാറിന്റെ കസ്റ്റഡി തന്നെ ഇരിക്കുന്ന ഞാൻ സേഫ്. സർ, ഞാൻ അറിയാത്ത കാര്യമാണ് സർ. ഡോണ്ട് ഡു ദിസ്. ഇവനെ സാർ കഴിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തേക്ക്. നാളെ ഇനി അതിന്റെ പേരിൽ ഒരു പരാതി ഉണ്ടാവണ്ട. ശരി സാർ. സർ സർ പ്ലീസ്. സാർ, ഇതെന്തോ ചതിയാണ്. അവൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. സാർ അവനെ രക്ഷിക്കണം. നർക്കോട്ടിക്സുകാരുടെ കാര്യത്തില് നമ്മൾ ഇടപെടുന്നതിന് ഒരു ലിമിറ്റേഷൻ ഇല്ലേ ലക്ഷ്മി? പക്ഷേ ഇങ്ങനൊരു കേസിൽ പെട്ട അവന്റെ ഫ്യൂച്ചർ നശിച്ചു പോകും. SI സെലക്ഷനുള്ള ഷോർട്ട് ലിസ്റ്റിൽ അവനും ഉണ്ട്. പറയുമ്പോ ലക്ഷ്മിക്ക് വിഷമം തോന്നരുത്. അവൻ അവന്റെ അച്ഛന്റെ മോൻ തന്നെയാ. ലക്ഷ്മി എത്ര ശ്രമിച്ചാലും അവൻ ലക്ഷ്മിയുടെ മോനാകില്ല. இவங்களை எதை சொல்லி ஆஃப் பண்ணிட்டாரு? அப்போல இருந்தே காலில் இருந்திருப்பாரோ? ഞാൻ നാളെ അവരോട് സംസാരിച്ച് നോക്കട്ടെ. ലക്ഷ്മി വീട്ടിലേക്ക് പോകും. സ്കൂട്ടർ എന്നെ നേരിട്ട് ഏൽപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിനാ പാത്തിന് ഇതിലേക്ക് വലിച്ചത്? അതിനകത്ത് സാധനം നീ ഞങ്ങളോട് പറയടാ.
தெரியாம தான் நடந்திருக்கு அப்படிங்கிறது. അവൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പോലും ഞാൻ പറയാണ്ടിരുന്നത്. ഛേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഷേണായുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഒരു ദയം പ്രതീക്ഷിക്കണ്ട. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. സാധനം ഷേണായി വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. നാളെ അത് നർക്കോട്ടിക്സ് അറിയാൻ എത്തുന്നതിന് മുമ്പ് അതെങ്ങനെ അടിച്ചു മാറ്റിയിരിക്കണം. കുച്ച് ബിയോ അവനെ കാപ്പാത്തി ആവണം, അവളതാ. என்ன மாடியில இருந்து ஒரு flash? இது என்ன முன்னாடி தெரிஞ்ச மாதிரி வந்து உட்காந்துட்டு இருக்காரு. கண்டிப்பா அந்த குரூப் வரும்னு அவருக்கு தெரிஞ்சிருக்கு. അത് ശരി. എന്നിട്ട് അയാൾ എവിടെ? പുറത്തിരിപ്പുണ്ട് സാർ. വിളി. ഓക്കെ സാർ. സാർ അകത്തേക്കെല്ലാം പറഞ്ഞു. സോ ക്ഷണായിരിക്കും. താങ്ക് യു. ഇത് കളിപ്പീരാടോ. ദിസ് ഈസ് ലാക്ടോസ് പൗഡർ. ഈ ഹോമിയോ മരുന്നിലൊക്കെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഷുഗർ ഓഫ് മിൽക്ക്. ഏതായാലും ആ ചെറുക്കനെ ഇങ്ങോട്ട് കൈമാറുന്നതിന് മുമ്പ് തനിക്കിത് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ തോന്നിയത് നന്നായി. അല്ലെങ്കിൽ ചിലപ്പോ വല്ല മീഡിയക്കാരെ നാറ്റക്കേസായി. எப்படி தெரியலையே. அவங்க பையன் மாத்திருப்பா இல்லன்னா டாக்டர் மாத்திருப்பா. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സെക്കമൻ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കും ഇങ്ങനൊക്കെ പറ്റാറുണ്ട്. ഏതായാലും വേഗം ചെന്ന് ആ ചെറുക്കനെ ഇറക്കി വിട്ടേക്ക്. ഓക്കെ. ட்ரக் தானே அது. அவங்க ஃப்ரெண்ட்ஸ் ஒத்துட்டானுங்களே. நடுவில் தான் இங்கே இவர் மாறி பையன் மாத்திருக்கான் வீட்ல. ഉണ്ണി എന്തായി സാറേ? ആൻഡോ താൻ ഒന്ന് വീട്ടിൽ വിട്ടേക്ക്. എന്നിട്ട് താൻ സ്റ്റേഷനിലോട്ട് ചെല്ല. ഞാൻ പറയാതെ ആ ചെറുക്കനെ വിടണ്ട. ശരി സാർ. നടപ്പായി. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. എന്താ സാർ അർജന്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഇന്നലെ ഞാൻ ഇത്തിരി ഹാർഷായിട്ട് സംസാരിച്ചു. സോറി. ഏയ് അല്ലെങ്കിലും എനിക്കൊരൽപ്പം വൈകിയാണല്ലോ ബോധോദയം ഉണ്ടാവാറ്. എന്തായി സാർ? നാർക്കോട്ടിക്സുകാരെ കണ്ടോ? ലക്ഷ്മിക്ക് ഈ കേസിന്റെ ഗുരുതരാവസ്ഥ അറിയാലോ. ഞാൻ അവനെക്കുറിച്ച് ഓർത്തിട്ടല്ല. ലക്ഷ്മിക്ക് ഇനി ഇതും കൂടി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മാൽ പ്രാക്ടീസ് ഇന്ന് ചെയ്തു. നർക്കോട്ടിക്സുകാർക്ക് കൊടുക്കും മുമ്പ് ഞാൻ ആ സ്റ്റഫ് റീപ്ലേസ് ചെയ്തു. അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെടും. என்னது இவரு பண்ணாரா? இவர் இல்ல, அவர் சும்மா போய் சொல்றாரு. சிம்பத்தி கிரியேட் பண்றாரோ? പക്ഷെ ഇത്രയൊക്കെ ഞാൻ ലക്ഷ്മിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ அவங்க ലക്ഷ്മി பையன் எஸ்ஐ அவருக்காக இவரை வித்ட்ரா பண்ண சொல்லணும். അവൻ ചെയ്ത ക്രൈം ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് ക്രൈം തന്നെയാണ്. അതറിഞ്ഞുകൊണ്ട് അവനെ പോലീസിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. അയ്യോ സാർ, എന്റെ മോൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ സെലക്ഷന്റെ ഈ സ്റ്റേജ് വരെ എത്തിയത്. இதுதான் அவங்க மம்மி வந்து நான் அவரை ரொம்ப கஷ்டப்படுத்திட்டேன்னு சொல்லிட்டாங்க போல அவனை. ലക്ഷ്മി, നമ്മൾ രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റിൽ അന്നം കഴിക്കുന്നവരാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവനെ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മിനിമം 10 കൊല്ലം ഉള്ളിൽ കിടക്കേണ്ട ഒഫൻസിൽ നിന്ന് എന്റെ ജോലി പോലും പണയപ്പെടുത്തി ഞാൻ അവനെ രക്ഷിച്ചുവെങ്കിൽ ലക്ഷ്മി, ഞാൻ പറയുന്ന അനുസരിക്കണം. Manipulator. അത് മാത്രമല്ല, ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാനും പാടില്ല. இவர் என்ன சொல்றது வரக்கூடாதுன்னு? ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം. இல்லை என்ன பண்ணி ஸ்டாப் பண்ண முடியும்னு கேட்குறான். அவன் எக்ஸாமில் பாஸ் ஆகிறான், எம்டெக் பண்ண போகிறான். இவர் எத்திக்கலா பேசுறாராம். നിന്റെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചെടുത്ത ഡ്രഗ് പിന്നീട് എങ്ങനെ ലാക്ടോസ് പൗഡർ ആയെന്ന് നിനക്കറിയോ? പിന്നെ ഡ്രഗ്സ് ഇപ്പൊ പണിയിരുവാളോ? മുമ്പ് എപ്പോഴും ഞാൻ ക്ലിനിക്കിലേക്ക് വേണ്ടി മേടിച്ച ഷുഗർ ഓഫ് മിൽക്ക് പൗഡർ സ്കൂട്ടറിൽ വെച്ച് മറന്നതായിരിക്കാം. അതിന്റെ പേര് ഞാൻ അനുഭവിച്ച ടോർച്ചറിങ്. എന്റെ അമ്മോ, ബ്ലഡി ഫൂൾ, ഇറ്റ് വാസ് കൊക്കെയിൻ. നീ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ ആ കൗണ്ടറി ഫ്രണ്ട്സിനോട് പോയി ചോദിക്കും. നിന്നെ പല പ്രാവശ്യം ഞാൻ വാൺ ചെയ്തതാ ആ കമ്പനി വേണ്ടാന്ന്. കേട്ടില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ ലാക്ടോസ് പൗഡർ? ഷേണായി അങ്കിളാണ് നിന്നെ രക്ഷപ്പെടുത്തിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ് വാസ് വിക്രം, ഓ your enemy. അവനാണ് അവന്റെ അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് ഡ്രഗ്സ് മാറ്റി പകരം ഞാൻ കൊടുത്ത ലാക്ടോസ് പൗഡർ അവിടെ വെച്ചത്. അവനോ? ഐ ഡോണ്ട് ബിലീവ്. ഡോണ്ട് യു ബിലീവ് മീ? പക്ഷെ അവൻ You scored again. നീ ജയിലിൽ പോയാൽ ഞാൻ പിന്നെ ആരോട് മത്സരിക്കും? അതാണേ. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ നീ തെറ്റിദ്ധരിക്കണം. ഓക്കെ, ഇതാ ഒറിജിനൽ. മറ്റോമാർക്ക് കൊടുത്തേക്ക്. ஐயோ, காத்துல பறந்த வாசம் வந்தாலும் ஒன்றாவதா? இப்ப அவங்க மம்மி தான் ரொம்ப ஸ்ட்ரிக்டா போகாத சொல்ல போறாங்க போல. அதனாலதான் டென்ஷன் ஆகி வாக் அவுட் பண்ணிடுறாரு. ഹോർലിക്സ് കൂടിയ പാവമാണ്.
റാസ്കൽ. A great compliment from a great enemy. യെസ്, ഹീ ഈസ് മൈ എനിമി. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒറ്റക്കിരുന്ന് സംസാരിച്ചിട്ടില്ല, ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ല, ഒരേ ടീമിൽ കളിച്ചിട്ടില്ല, പരസ്പരം ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഓൾവേസ് ഓപ്പോസിറ്റ്. പക്ഷെ എനിക്ക് അവനറിയാം, അവൻ എന്നെയാണ്. ഇത്ര അടുത്തറിഞ്ഞിട്ടും ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ രണ്ടാളുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അതിന് നീ ഒരു കാരണമല്ലേ? യു ആർ ദി കോമൺ ഫാക്ടർ ബിറ്റ്വീൻ us. അന്ന് അടിയുണ്ടായത് പോലും നിനക്ക് വേണ്ടിയിട്ടല്ലേ? അവൻ എന്നെ എങ്ങനെയാ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ നിനക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ എങ്ങനെയാ കാണുന്നതെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? കുട്ടിക്കാലം മുതൽ കാണുന്നതല്ലേ, ഇനി എന്ത് മനസ്സിലാക്കാൻ? എങ്കി മഹാളി കടാപ്പുറത്ത് ഒറ്റയ്ക്കിരുന്ന് കാറ്റ് കൊള്ളു. ഞാൻ പോണു. പോടാ. പൊടി ഈർലി ചമന്നു. മാച്ചിങ് ഇഷ്ടം രണ്ടുപേരും. ഒരു വെള്ളമരപ്പട്ടി ഡാർക്ക് സീനാണ്. എങ്ങടാ ഹെൽമെറ്റ്? വാട്ട് മാൻ? എവിടെ രണ്ട് ഹെൽമെറ്റ്? ഞാനൊരു കല്യാണത്തിന് പോണേണ്. എന്റെ കേറ്റിക്കളയുമ്പോ നീ എന്തായാലും നോക്കി പിടിച്ചിരുന്നേ. ഡാഡാ, നിനക്ക് സാറായിരുന്നു മനസ്സിലായ? മനസ്സിലായല്ലോ? ഇല്ല. എനിക്ക് യൂണിഫോമിൽ വന്നാലേ മനസ്സിലാവുള്ളൂ. തെറ്റിച്ചോണ്ടല്ലോ. സോറി സാറേ, മൈ മിസ്റ്റേക്ക്. കല്യാണത്തിനായാലും അടിയന്തരത്തിനായാലും ഹെൽമെറ്റ് വെച്ചോണം. പൊക്കോ. എന്റെ സ്പൈക്ക്. ഹെൽമെറ്റ് വെക്കടാ. മൈ സ്പൈക്ക്. അവന്റെ സ്പൈക്കും SI സെലക്ഷന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. മാസലാളിന് സെലക്ഷനും കിട്ടി. ലിസ്റ്റിൽ നിന്റെ പേരില്ല. ഇന്റർവ്യൂ കഴിയാതെ എങ്ങനെയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്? ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, നീ അറിഞ്ഞില്ലാന്ന് മാത്രം. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. அவங்க மம்மி சொல்ல மாட்டாங்க போல. ഷോർട്ട് ലിസ്റ്റിൽ എന്നേക്കാൾ താഴെ റാങ്ക് ഉള്ള സെലക്ടർ ആവുന്നു. എന്നെ ഇന്റർവ്യൂ പോലും വിളിച്ചിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്കറിയണം. ലെറ്റർ പോയിരിക്കും அவங்க അമ്മ சொல்லல. സുഹൃത്തെ, ഇന്റർവ്യൂവിന് ഹാജരാകാൻ ആവശ്യപ്പെടുന്ന മെമ്മോ രജിസ്റ്റേർഡ് ആയി ഈ ഓഫീസിന് താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ അത് ഡെലിവേർഡ് ആയി കാണുന്നുണ്ട്. ചില്ലറ പരാതികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും വിശ്വാസം നഷ്ടപ്പെടാത്ത ചില സ്ഥാപനങ്ങളിലൊന്നാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അന്വേഷിക്കുക. மம்மி தான் செத்து போயிருக்காங்க. ஆனா இப்ப அவங்க தான் ஒரு ரவுண்ட் கிளியர் பண்ணிட்டாங்கல்ல. இப்ப ஃபைனல் ரவுண்ட் தானே, അടുത്ത പോக முடியாதா? PSC ഓഫീസിന് അയച്ച ഇന്റർവ്യൂവിനുള്ള മെമ്മോ താൻ എന്ത് ചെയ്തു? അത് കിട്ടിയോടെ നമുക്ക് കൊടുത്താ അന്താ കിട്ടിയില്ല. എന്റെ ആബ്സെൻസ് മാത്രമല്ല താൻ നമ്മക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെന്തൊരു ചോദ്യാതി? നിനക്കുള്ളത് അമ്മക്കും അമ്മക്കുള്ള നിനക്കും ഡെലിവറി ചെയ്യാൻ ഓതറേഷൻ അന്നേ ഉള്ളതല്ലേ. അമ്മക്ക് അതിനുശേഷം അവരിങ്ങോട്ട് വന്നിട്ടില്ല. വാ വാ. നീ എന്തെത്ര വൈകിയത്? ആദി, എന്തു പറ്റി? PSCയുടെ മെമ്മോ അമ്മ ഒപ്പിട്ട് വാങ്ങിയായിരുന്നു. നീ അന്നാ കേസിൽപ്പെട്ടപ്പോ ഷെനായ് സാർ ആവശ്യപ്പെട്ടിട്ട് അമ്മ അത് ഒപ്പിട്ട് വാങ്ങിയോ ഇല്ലയോ? വാങ്ങി. എന്നിട്ടത് എന്നോട് പറഞ്ഞു? ഇല്ല, അത് മോനെ മോനെ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഷെനായ് സാർ പറഞ്ഞിട്ട്. വേണ്ട, ഇനിയൊന്നും പറയണ്ട. മോനെ അമ്മ എനിക്കൊന്നും കേൾക്കണ്ട. பட் இவங்களும் போலீஸ் டிபார்ட்மெண்ட்ல தானே இருக்காங்க. இவங்களுக்கு தெரியல அதோட வேல்யூ என்னன்னு. அவங்க நினைச்சிட்டாங்க அவர் சொன்னது உண்மைன்னு சொல்லி. அந்த லைக் ட்ரக்ஸ் கேஸ்ல இருக்கிறது, உங்க பையனுக்கு வேற எதுவும் நான் பண்ணக்கூடாதுன்னா நீ இதோட வரக்கூடாது, என் பையன் தான் புதுசு ஆகும் அப்படி சொல்லிட்டு க்ளோஸ் பண்ணிட்டாங்க. അമ്മ എന്റെ അച്ഛനെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ അച്ഛൻ മരിക്കില്ലായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു.
இல்லைமெண்டாரு. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பாட்டில் சந்திப்போம். பாய்.